എല്ലാ കൂട്ടുകാർക്കും ചിത്രാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കുടജാദ്രിയിലേക്കാണ്. മൂകാംബിക ദേവിയെ കാണാനായി ക്ഷേത്രത്തിലെത്തുന്ന അധികം പേരും സൗപർണികയിൽ മുങ്ങാതെ കുടജാദ്രി കയറാതെ പോകാറില്ല. അത്രയും മനോഹരവും ദൈവികവുമാണ് കുടജാദ്രി മലനിരകൾ. കുടജാദ്രിയുടെ താഴ്വരയിലാണ് മൂകാംബിക ക്ഷേത്രം. എന്നാൽ ശ്രീ മൂകാംബിക ദേവിയുടെ മൂലസ്ഥാനമായി കാണപ്പെടുന്ന ഭദ്രകാളി ക്ഷേത്രം കുടികൊള്ളുന്നത് കുടജാദ്രിയിലും. സൗപർണിക നദിയുടെ ഉത്ഭവവും കുടജാദ്രി മലനിരകളിൽ നിന്നു തന്നെ. കൊല്ലൂർ ക്ഷേത്ര പരിസരത്ത് നിന്ന് തന്നെ കുടജാദ്രിക്ക് ജീപ്പ് ലഭിക്കും. കൊല്ലൂരിൽ നിന്ന് കുടജാദ്രിയിലേക്കും തിരിച്ചുമുള്ള യാത്ര, ഫോറസ്റ്റ് പാസ് എന്നിവയടക്കം ഒരാൾക്ക് ജീപ്പിന് 470 രൂപയാണ് നിരക്ക്. മറ്റൊരു യാത്രയിലും ലഭിക്കാത്ത കിടിലൻ ജീപ്പ് ഓഫ് റോഡിംഗ് ആണ് കുടജാദ്രി യാത്രയുടെ ആകർഷണം. വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന ഇടുങ്ങിയ വഴികൾ, അതിനിടയിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന വള്ളിക്കൂടങ്ങൾ, കൂടെ മലമുകളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ചുറ്റുപാടും മൂടിക്കിടക്കുന്ന കോടയും കാണാം. കുറച്ചു ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വഴി വീണ്ടും പ്രയാസമേറിയതാണ്. കല്ലുകളും ചെറു പാറക്കെട്ടുകളും കുഴികളും നിറഞ്ഞ വഴികൾ. കൊല്ലൂരിൽ നിന്ന് കുടജാദ്രിയിലേക്ക് 38 കിലോമീറ്റർ ദൂരമുണ്ട്. ഇരുദിശയിലുമായി 3 മണിക്കൂർ യാത്ര. കുടജാദ്രി കയറി ഇറങ്ങുന്നത് കൂടിയാവുമ്പോൾ ഏകദേശം 5 മണിക്കൂർ സമയം വേണ്ടിവരും. രാവിലെ 6 മുതൽ വൈകിട്ട് 3 വരെ കൊല്ലൂരിൽ നിന്ന് ജീപ്പുണ്ട്. 6 മണി വരെയാണ് മടക്കയാത്ര. അത് കഴിഞ്ഞാൽ കുടജാദ്രി ക്ഷേത്ര പരിസരത്ത് തങ്ങേണ്ടി വരും. കുടജാദ്രിയിലേക്ക് ജീപ്പ് മാർഗം മാത്രമേ നമുക്ക് എത്താൻ സാധിക്കൂ. ജീപ്പ് യാത്ര കുറച്ച് പ്രയാസമേറിയതാണ്. ഞങ്ങൾ പോയത് വേനൽക്കാലത്തായിരുന്നു. അതുകൊണ്ട് തന്നെ യാത്രയിൽ ഉടനീളം അസഹനീയമായ രീതിയിൽ പൊടിപടലങ്ങൾ പറക്കുന്നുണ്ടായിരുന്നു. വേനൽക്കാലത്ത് യാത്ര ചെയ്യുന്നവർ കയ്യിൽ ഒരു മാസ്ക് കൂടി കരുതുന്നത് നന്നായിരിക്കും.
മൺപാതയിലൂടെയുള്ള വനയാത്ര മൂലസ്ഥാനത്തുള്ള ദേവീക്ഷേത്രം എത്തുമ്പോൾ അവസാനിക്കുന്നു. ഇവിടെ നിന്നാണ് സർവജ്ഞപീഠത്തിലേക്കുള്ള പദയാത്ര ആരംഭിക്കുന്നത്. ഇത് രണ്ട് രീതിയിലാകാം. ഒന്നുകിൽ ജീപ്പ് ഡ്രൈവർ അനുവദിച്ചു തരുന്ന 1.5 മണിക്കൂർ സമയത്തിനകം ഓടിപ്പോയി സർവജ്ഞപീഠം കണ്ട് വിശ്രമമില്ലാതെ തിരിച്ചു പോകാം. അല്ലെങ്കിൽ മൂലസ്ഥാനത്തുള്ള കർണാടക സർക്കാരിൻ്റെ ഗസ്റ്റ് ഹൗസിലോ ക്ഷേത്രപൂജാരിമാർ പാരമ്പര്യമായി നടത്തുന്ന വീടുകളിലോ തങ്ങി തുടർന്നുള്ള സമയമെടുത്ത് എല്ലാം കണ്ട് മലയിറങ്ങാം. ഈ യാത്രയിൽ നിരവധി ചെറു ക്ഷേത്രങ്ങൾ കാണാനാകും. ജീപ്പിലെ സാഹസിക യാത്ര അവസാനിക്കുന്ന സ്ഥലത്ത് നിന്നും കാൽനടയായി വേണം സർവജ്ഞപീഠത്തിലെത്താൻ. ശങ്കരാചാര്യരുടെ സർവജ്ഞപീഠവും കോടമൂടിയ മലനിരകളും കാണുകയെന്നത് ഏതൊരു സഞ്ചാരിയുടെയും മനസ്സ് നിറയ്ക്കും. ശങ്കരപീഠത്തിൽ നിന്ന് പടിഞ്ഞാറ് താഴ്വാരത്ത് കൊല്ലൂർ ക്ഷേത്രത്തിന്റെ ഭംഗി കാണാം. ഉമാദേവി, രൗദ്രഭാവത്തിലുള്ള ദേവി, കാലഭൈരവൻ എന്നിവരുടെ ക്ഷേത്രവും കുടജാദ്രിയിലുണ്ട്. കഠിനമായ കയറ്റങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അറിവിൻ്റെ പീഠം എത്താൻ കുറുക്കുവഴികളില്ലെന്നും അതിന് അവനവൻ തന്നെ കഠിനമായ വഴികളിലൂടെ നടക്കേണ്ടതുണ്ടെന്നും ഈ യാത്ര നമ്മളെ പഠിപ്പിക്കുന്നു. പതുപതുത്ത ജീവിത സുഖങ്ങളിൽ നിന്ന് മാറി വനപാതയിലെ കൽച്ചീളുകൾ നിറഞ്ഞ വെട്ടുവഴിയിലൂടെ കിതപ്പോടെ കയറുമ്പോൾ ഓരോരുത്തരും ഒരു തുള്ളി വെള്ളത്തിൻ്റെ വില എന്തെന്നറിയുന്നു. വിയർക്കുന്ന ശരീരവും വരണ്ട തൊണ്ടയുമായി പിന്തിരിഞ്ഞു പോലും പോകാനാവാത്ത നിസ്സഹായതയിൽ നിന്ന് കിതയ്ക്കുമ്പോൾ, ഞാനെന്ന ഭാവം എല്ലാം കൈവിട്ടു പോകുമ്പോൾ ചവിട്ടിക്കയറാനായി മലമടുക്കൾ തല കുനിച്ചു തരുന്നു. സഞ്ജീവനിയുടെ സുഗന്ധമുള്ള കാറ്റ് തഴുകി തലോടി പുതിയ ആയുസ് തരുന്നു. അറിഞ്ഞതിനും അപ്പുറമാണ് ആയിത്തീരേണ്ടത് എന്ന ഓർമ്മപ്പെടുത്തൽ ഈ വന്യതയിലെ ഓരോ കയറ്റവും നമ്മെ പഠിപ്പിക്കുന്നു. അഹംബോധം തീരെ ഇല്ലാതായി പോകുന്ന യാത്രയിൽ ജ്ഞാനത്തിൻ്റെ അകമുറ നിറഞ്ഞ പാഠപുസ്തകം നമുക്ക് മുന്നിൽ തുറക്കപ്പെടുന്നു. താഴേക്ക് വരാൻ വെമ്പി നിൽക്കുന്ന മഴയും മഞ്ഞും കോടയും ഒക്കെയുള്ള വഴിയിലൂടെ കയറ്റം കയറി മുകളിലേക്ക് നടക്കുന്നത് മനസ്സ് നിറയ്ക്കുന്ന യാത്രയാണ്. എളുപ്പം ക്ഷീണിപ്പിക്കുന്ന യാത്രയാണെങ്കിലും മുകളിൽ കാത്തിരിക്കുന്ന കാഴ്ചകൾ പിന്നെയും നടക്കാൻ പ്രേരിപ്പിക്കും. മഴ കൂടി പെയ്താൽ ആ സന്തോഷത്തിൽ നടന്നു കയറാം. 2 കിലോമീറ്ററോളം ദൂരം ഈ നടത്തമുണ്ടെങ്കിലും പ്രായമുള്ളവരും കുട്ടികളുമെല്ലാം നമുക്ക് മുന്നേ നടന്നു കയറുന്നത് കാണുമ്പോൾ കിട്ടുന്ന ആവേശം മതി നമുക്കും നടക്കാൻ. അറിവിൻ്റെ തമ്പുരാൻ സാക്ഷാൽ ശങ്കരാചാര്യ തപമിരുന്ന കുടജാദ്രി ഭക്തരുടെയും സഞ്ചാരികളുടെയും മനസ്സിലും കണ്ണിലും വിസ്മയം ഒരുക്കുന്ന ഇടം. സമുദ്രനിരപ്പിൽ നിന്ന് 1343 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കുടജാദ്രി ശിവമോഗ ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. രാജ്യത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്നായി സഞ്ചാരികളുടെയും ഭക്തരുടെയും ഒഴുക്ക് തുടർന്നതോടെ കർണാടക സർക്കാർ പ്രദേശത്തെ പ്രകൃതി പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചിരുന്നു. കുടജാദ്രിയിൽ ദേവീ സാന്നിധ്യം മനസ്സിലാക്കിയ ശ്രീ ശങ്കരൻ കുടജാദ്രി ശൃംഗത്തിൽ ഇവിടെ ഇരുന്നാണ് തപസ് അനുഷ്ഠിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. സഞ്ചാരയോഗ്യമല്ലാത്ത കുത്തനെയുള്ള കയറ്റങ്ങളാണ് കുടജാദ്രിയിലേറെയും. ഇന്നും ഭക്തർ വളരെയേറെ പ്രയാസപ്പെട്ടാണ് ഈ അപകടം പതിയിരിക്കുന്ന കുന്നുകൾ താണ്ടി ഇവിടം സന്ദർശിക്കുന്നത്. വലിയ വലിയ കല്ലുകളാൽ നിർമ്മിതമായിട്ടുള്ള ഈ ക്ഷേത്രം ശ്രീ ശങ്കരൻ തൻ്റെ തപോശക്തിയാൽ സ്വയംഭൂവായി തീർത്തിട്ടുള്ളതാണെന്നാണ് ഐതിഹ്യം. ശ്രീ ശങ്കരന്റെ തപോശക്തിയിൽ പ്രസന്നയായ ദേവി ഇവിടെയാണ് അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. ആഗ്രഹങ്ങൾ അരുളി ചെയ്യുവാൻ കൽപ്പിച്ച ദേവിയോട് ശ്രീ ശങ്കരൻ ഒരേ ഒരു കാര്യം മാത്രം ആവശ്യപ്പെട്ടു അത്രേ. ലോക നന്മയ്ക്കായി ദേവി ഇവിടം വിട്ട് തന്നോടൊപ്പം വരണമെന്നും ദേവി ചൈതന്യം ലോക നന്മയ്ക്കായി ഉപകാരയോഗ്യമാക്കണമെന്നും. അത് സംബന്ധിച്ച ദേവി ഒരു കാര്യം ശ്രീ ശങ്കരനോട് വ്യക്തമാക്കിയത്രേ. അതിപ്രകാരമാകുന്നു: കൂടെ ചെല്ലാം, പക്ഷെ തിരിഞ്ഞു നോക്കരുത്. ഏതെങ്കിലും കാരണവശാൽ തിരിഞ്ഞു നോക്കിയാൽ പിന്നീട് അവിടെ നിന്നും ഒരടി പോലും താൻ മുന്നോട്ട് വരില്ല എന്നും അവിടെ തന്നെ കുടികൊള്ളും എന്നും ദേവി കൽപ്പിച്ചു. സമ്മതം മൂളിയ ശ്രീ ശങ്കരൻ മുന്നോട്ട് നടക്കുകയും പിന്നിൽ ചിലങ്കയുടെ ശബ്ദത്തോടുകൂടി ദേവിയും സഞ്ചാരം ആരംഭിച്ചു. ഏറെ നേരം ദേവിയുടെ ചിലങ്കയുടെ ശബ്ദം പുറകിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്ന ശങ്കരന് പെട്ടെന്ന് അത് നിലച്ചതുപോലെ തോന്നി. എങ്കിലും ദേവിയുടെ വാക്കുകളെ മാനിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ ബഹുദൂരം പിന്നെയും താണ്ടി.
എന്നാൽ ഏറെ നേരം കഴിഞ്ഞും ചിലങ്കയുടെ ശബ്ദം കേൾക്കാതായപ്പോൾ ശ്രീ ശങ്കരന് നേരിയൊരു സംശയമുണ്ടായെന്നും സംശയ നിവാരണത്തിനായി തിരിഞ്ഞു നോക്കിയെന്നും പറയപ്പെടുന്നു. ദേവിയുടെ നിബന്ധനയിൽ ഭംഗം വരുത്തിയതിനാൽ തുടർന്ന് ശ്രീ ശങ്കരനോടൊത്ത് മുന്നോട്ടു പോകാൻ ദേവി വിസമ്മതിച്ചുവെന്നും ആ ഭാഗത്ത് തന്നെ കുടിയിരുന്നുവെന്നും പറയപ്പെടുന്നു. അവിടെ നിന്നും കാലക്രമേണ കൊല്ലൂരിൽ പ്രതിഷ്ഠ നടത്തിയെന്നുമാണ് ഐതിഹ്യം. അതാണ് ഇന്നത്തെ പ്രസിദ്ധമായ മൂകാംബിക ക്ഷേത്രം. അറിവിന്റെ പീഡ എത്താൻ കുറുക്കുവഴികളില്ലെങ്കിൽ അവനവൻ തന്നെ കഠിനമായ വഴികളിലൂടെ നടക്കേണ്ടതുണ്ടെന്നും ഓർമ്മിപ്പിക്കുന്നു കുടജാദ്രി യാത്ര. ഇത് അറിവിന്റെ തമ്പുരാൻ തപമിരുന്ന പീഠം. അക്ഷരപുണ്യത്തിന്റെ അവസാന വാക്ക്. ദ്വൈതഭാവങ്ങൾ ഏതുമില്ലാതെ പ്രപഞ്ചസാരങ്ങളും തേടി ശങ്കരാചാര്യർ നടന്നെത്തിയത് ഈ തപസ്ഥിതിയിൽ. ജ്ഞാനത്തിന്റെ പൂർണ്ണദീപം ആചാര്യൻ തെളിച്ചത് ഈ കൽവിളക്കിൽ. സർവജ്ഞാനവും സ്വായത്തമാക്കിയ ഈ പീഠത്തിന് താഴെയുള്ളൂ ഭൂമിയിലെ ചരങ്ങളെല്ലാം. ഇതിനു മുകളിൽ ദൈവതം മാത്രം. കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചെറു ക്ഷേത്രമാണ് സർവജ്ഞപീഠം എന്ന് വിളിക്കപ്പെടുന്നത്. ശങ്കരാചാര്യർ തൻ്റെ ദീർഘമായ ആത്മീയ യാത്രയ്ക്കിടെ സന്ദർശിച്ച ഇടമാണിവിടം. ദിവസവും ഇവിടെ പൂജയും മറ്റ് കർമ്മങ്ങളും തെറ്റാതെ നടക്കുന്നുണ്ട്. ഏതൊരു യാത്രാപ്രേമിയെയും ആകർഷിക്കുന്ന കാഴ്ചകൾ കുടജാദ്രിയിലുണ്ടെങ്കിലും സർവജ്ഞപീഠം നേരിൽ കാണുകയെന്നത് വല്ലാത്ത അനുഭവമാണ്. ശങ്കരപീഠത്തിൻ്റെ കൽപ്പടിയിലെ വിശ്രമം മല കയറി എത്തിയതിൻ്റെ സകല അവശതകളും ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കും. ചൂടുള്ള കാലാവസ്ഥയിൽ ശരീരത്തെ തഴുകി തലോടി കടന്നുപോകുന്ന കാറ്റും നേരിയ വെയിലുമാണ് ഇവിടുത്തെ കാലാവസ്ഥ. കൽപ്പടവുകൾ പിന്നിട്ട് സർവജ്ഞപീഠം ഇറങ്ങുമ്പോൾ പിന്തിരിഞ്ഞു നോക്കരുത്, അതാണ് നിയമം. പക്ഷെ മനസ്സ് പിന്നിലേക്ക് എത്തി നോക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെളിച്ചവും ഒരു തരത്തിലുള്ള യാത്രാ സൗകര്യങ്ങളും ഇല്ലാതിരുന്ന കാലത്ത് കാലടിയിൽ ജനിച്ചു വളർന്ന ഒരു ബ്രാഹ്മണ ബാലൻ എങ്ങനെ ഈ വന്യ കൊടുന്തണുപ്പിൽ വന്ന് തപസ്സിരുന്നു? എങ്ങനെ ജീവിച്ചു? ഒരു കൂട്ടം ആളുകൾ ചേർന്നാൽ മാത്രം ചെയ്തെടുക്കാവുന്ന ഈ കല്ലമ്പലം കൊത്തുവേലകളോടെ എങ്ങനെ പണി തീർത്തു? ഇവയെല്ലാം നമ്മെ വളരെയേറെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ്. പലതവണ ഞങ്ങൾ മൂകാംബികയിൽ വന്നു പോയിട്ടുണ്ടെങ്കിലും കുടജാദ്രി യാത്ര എന്ന സ്വപ്നം ബാക്കി നിൽക്കുകയായിരുന്നു. ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ മൂകാംബിക യാത്രയിൽ കുടജാദ്രി എന്ന സ്വപ്നവും സഫലമായത് ദേവിയുടെ അനുഗ്രഹമായി കരുതുന്നു. കുടജാദ്രി എന്നത് മനുഷ്യായുസ്സിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഇടങ്ങളിലൊന്നാണ്. കുടജാദ്രി യാത്ര ഞങ്ങളുടെ യാത്രകളിലെ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങളിലൊന്നായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.